ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് പറയാൻ പോകുന്നത് മഹാബലിപുരത്തെ ഷോർ ടെമ്പിളിനെ പറ്റിയാണ്. നൂറ്റാണ്ടുകൾ കടന്നുപോയിട്ടും ഒരു ഇളക്കവും തട്ടായി നിൽക്കുന്ന ഒരു അത്ഭുത സൃഷ്ടിയാണ് ഈ ഷോർ ടെമ്പിൾ. വിശാലമായ പുൽത്തകിഴിയുടെ ഒരു സൈഡിലായി കല്ല് വിരിച്ച നടവഴിയിലൂടെയാണ് ഇവിടേക്ക് നമ്മൾ കടന്നു പോകുന്നത്. ഇതുവരെ നിന്ന് കാണുന്നതാണ് ഷോർ ടെമ്പിൾ. അതിനടുത്തായി തന്നെ മനോഹരമായ ഒരു ബീച്ചും സ്ഥിതി ചെയ്യുന്നുണ്ട്. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയിട്ടുള്ള ഒരു നിർമ്മിതിയാണ് ഈ ഷോർ ടെമ്പിൾ. പഴയകാലത്തെ ഒരു ഹാർബറും കൂടിയായിരുന്നു ഇവിടം. ഇവിടെ ഉണ്ടായിരുന്ന ഹാർബറിൻ്റെ അവശിഷ്ടങ്ങൾ മാത്രമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. മണ്ണ് മൂടിപ്പോയി ഈ ഹാർബർ 40 വർഷം മുമ്പ് കുഴിച്ചെടുത്താണ് ഇപ്പോൾ കാണുന്ന അവസ്ഥയിൽ നമുക്ക് കാണുന്നത്. ഈ കാണുന്നത് കുടിവെള്ളത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു കിണറാണ്. ഏകദേശം 10 അടി താഴ്ചയുണ്ട് ഇതിന് എന്നാണ് പറയപ്പെടുന്നത്. ചുറ്റുമുള്ള മതിലിൻ്റെ മുകളിൽ നന്ദിശില്പങ്ങൾ നിറയെ കാണാം. പല്ലവ രാജവംശത്തിലെ രാജാവായിരുന്ന രാജസിംഹൻ AD 700-ാം ആണ്ടിൽ പണി കഴിപ്പിച്ചതാണ് ഇത് എന്ന് പറയപ്പെടുന്നു. ചൈനീസ് മോഡലിൽ പണിതിട്ടുള്ള ഇതിൻ്റെ ആകൃതി ഏകദേശം പിരമിഡിൻ്റെ രൂപത്തിലാണ്. രണ്ട് കൂറ്റൻ നിർമ്മിതികളാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒന്ന് ഈസ്റ്റ് ഭാഗത്തേക്കും മറ്റൊന്ന് വെസ്റ്റ് ഭാഗത്തേക്കും തിരിഞ്ഞാണ് ഇരിക്കുന്നത്. സൂര്യൻ്റെ ആദ്യ കിരണങ്ങൾ ഈ അമ്പലത്തിനകത്തുള്ള ശിവലിംഗത്തിൽ തട്ടുന്ന രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണം. മറ്റൊന്ന് പടിഞ്ഞാറ് ഭാഗത്തു നിന്നുള്ള സൂര്യൻ്റെ പ്രകാശം അവസാനം വരെ ശിവലിംഗത്തിൽ തട്ടുന്ന രീതിയിലും ക്രമീകരിച്ചിരിക്കുന്ന വിധത്തിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. കൂറ്റൻ പാറക്കല്ലുകൾ കൊണ്ടുവന്ന് അടുക്കി അടുക്കി ഒരു പിരമിഡിൻ്റെ രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണം. ഓരോ കല്ലുകളിലും ഓരോ ശില്പങ്ങൾ കൊത്തിയിട്ടുണ്ട്. ഇതിന് ചുറ്റും മതിൽ കെട്ടിയിട്ടുണ്ട്. മതിലിൻ്റെ മുകളിൽ നന്ദിശില്പങ്ങളാണ് നിറയെ കാണാവുന്നത്. കാലപ്പഴക്കം കൊണ്ട് പലതും നാശത്തിൻ്റെ വക്കിലാണ്. ഈ രണ്ട് ടെമ്പിളും ചേരുന്ന ഭാഗത്ത് നിർമ്മാണ പ്രവൃത്തി നടക്കുന്നതിനാൽ ആ ഭാഗം ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. മഹാബലിപുരത്തിന് മഹാബലിയുമായി എന്തോ ബന്ധം കൂടിയുണ്ട്. പിന്നീടത് മാമല്ലപുരമായി മാറുകയാണ്. പല്ലവ രാജവംശത്തിൻ്റെ കീഴിലായിരുന്നതിനാണ് മാമല്ലപുരം എന്ന് പറയപ്പെടുന്നത്.
ഇവിടെ മൊത്തം 6 ക്ഷേത്രങ്ങളുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതിൽ ഈ 2 ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം നശിപ്പിക്കപ്പെട്ടു എന്നും പറയപ്പെടുന്നു. അതിൻ്റെ അവശിഷ്ടങ്ങൾ നമുക്ക് ഏകദേശം ഇവിടെ കാണാൻ സാധിക്കും.